Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Okay. Good morning, ma'am. Good morning, all. ഇന്ന് prayer ആരാണ്? ഞാനാണ് മാം പ്രയർ. ഓക്കേടാ, prayer പറഞ്ഞോട്ടാ. ജലദോഷമാണ് മാം. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിന് കാരണമായുള്ള തമ്പുരാനെ. അച്ഛനും അമ്മയും എന്തോ പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചങ്ങാദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നിനച്ചും ഓരോ വണുവിലും ദേവാനിൻ കാരുണ്യം ഓതാൻ കഴിഞ്ഞും അതിൽ ലയിച്ചും ജീവിക്കുവാനങ്ങനുവദിക്കണമേ ജീവാദിനായക സർവേശ്വര. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമിന്നിൽ ചൊരിയണേ പൂവിന് കാരണമായുള്ള തമ്പുരാനെ. താങ്ക് യു മാം. Thank you, da. ഗുഡ് മോർണിംഗ് മാം. Good morning, Jerry. തൊട്ട് പറഞ്ഞോട്ടാ. Quote of the day. Don't read success stories, you will only get a message. Read failure stories, you will get some ideas to get success. Written by APJ Abdul Kalam. Presented by Archana Vishnu from Alappuzha. Thank you, ma'am. Sign in ആരാണ്? ഞാനാണ് മാം. കമൻ. പറഞ്ഞോടാ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്. ഞാൻ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ സ്പീച്ചാണ് കേട്ടോ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോണേ. സ്റ്റാർട്ട് ചെയ്യാണേ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പൊ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊല, 5 പേരെ കൊന്ന് 23കാരൻ പോലീസിൽ കീഴടങ്ങി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. 7 വയസ്സുള്ള ആൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തി വെബിൽ പോസ്റ്റ് ചെയ്ത യുവാവ് അറസ്റ്റിൽ. 1.760 കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്ക് 2 പേർ പിടിയിൽ. 1400 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. ബംഗളൂരുവിൽ യുവാവ് കൊല്ലപ്പെട്ടു. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക പീഡനം, യുവാവ് അറസ്റ്റിൽ. മകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയതിന് 21കാരനെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് കുത്തിക്കൊന്നു. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ നാടോ അതോ നരകമോ? ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ കേരളത്തിന് ഇതെന്ത് സംഭവിച്ചു? പണ്ടുകാലത്ത് പെട്ടിക്കടകളിൽ തേൻമിഠായും കോലുമിഠായും പല നിറങ്ങളിലുള്ള മിഠായും കിട്ടിക്കൊണ്ടിരുന്ന ഇടങ്ങളിൽ ഇപ്പോൾ വിവിധ നിറത്തിലും ഭാവത്തിലും ലഹരി വസ്തുക്കൾ ലഭ്യമാണ്. ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഇന്നത്തെ തലമുറയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാം? നാം എല്ലാം രക്ഷിതാക്കളാണ്. നമ്മുടെ കുഞ്ഞു കുരുന്നുകളെ എന്ത് വിശ്വസിച്ച് നമ്മൾ ഓരോരുത്തരും അവരെ സ്കൂളിലേക്ക് അയക്കേണ്ടത്? ഒന്ന് പറയാം സുഹൃത്തുക്കളെ, ഇവിടെ മാറേണ്ടത് നിയമം തന്നെയാണ്. ഇന്ന് നമ്മുടെ സർക്കാർ റോഡ് പണിക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാ വികസന പദ്ധതികൾക്കും വേണ്ടി നടപ്പിൽ നിൽക്കുന്ന മുമ്പില് അവരെല്ലാത്തിലും മുന്നിലാണ്. റോഡ് പണിക്കാണെങ്കിലും വികസനത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും. അതിനൊപ്പം വികസനം നടക്കേണ്ടത് ഈ ഓരോ യുവതലമുറയുടെ മനസ്സിൽ തന്നെയാണ്. ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും മറ്റു പൂർണ്ണമായും ലഹരി എന്ന മഹാമാരിയെ ഒരു സ്ഥലത്തും ലഭ്യമാകാത്ത വിധം പൂർണ്ണമായി തുടച്ചു മാറ്റിക്കൊണ്ടാവണം സർക്കാരിന്റെ പിൻബലം നമുക്ക് ലഭിക്കേണ്ടത്. ഒരു അധ്യാപിക എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം ഒരു നല്ല നാളേക്കായി. ഒരു നല്ല തലമുറയെ നാളേക്ക് നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന
ഉറപ്പായ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. I welcome our most dearest wonderful class teacher, our dearest Abarna ma'am, and all my dear ones for today's class. Sign in by Tamanna Singh. Thank you, Miss. Thank you all. താങ്ക് യു. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. ഞാനും അതെ ഈ ന്യൂസ് കണ്ടപ്പോ തന്നെ ഫസ്റ്റ് പറഞ്ഞ ന്യൂസാണ് പത്രത്തിൽ ഫസ്റ്റ് കാണുന്നത്. അത് കണ്ടപ്പോ തന്നെ ഇന്നത്തെ ദിവസം അതൊരു വിഷമമാണ് നമുക്ക് തോന്നിയത്. കാരണം ഇത്രയും ചെറിയ പ്രായം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നമ്മൾ ആ ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ഞങ്ങൾക്ക് പരിചയമുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിഞ്ഞൂടാ, ഇവിടെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പാലിയത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 3 പേരെ ഒരു മാസമായിട്ടുള്ളൂ. അങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു ഇതേപോലൊരു ഇൻസിഡന്റ്. അഴിനടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് വന്ന് തലക്കടിച്ചു, ചെമ്പ് വെച്ച് ഉപദ്രവിച്ചു. 3 പേര് മരിച്ചു. ഒരാള് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു, കോമയിലേക്കൊക്കെ പോയി. സത്യല്ലേ? അങ്ങനെ ഇൻസിഡന്റ് ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞ കാര്യത്തിൽ തന്നെ സംഭവിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായിരുന്നു. നല്ല പരിചയമുള്ള ആൾക്കാരാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിനാണ് സംഭവിച്ചത്. ഫ്രണ്ട് രക്ഷപ്പെട്ടു. ഫ്രണ്ട് വൈഫിന്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ഈ ഒരു ഗതി വന്നത്. 2 പെൺമക്കളെ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ചുമാണ് അവർക്കുള്ളത്. അവർ ഈ സംഭവം കണ്ടിട്ട് അടുക്കള വഴി ഇറങ്ങി ഓടാണ് ചെയ്തത്. അങ്ങനെയാണ് ആ കുട്ടികളെ ഒന്നും ചെയ്തില്ല. കാരണം പക്ഷെ എന്നാലും ആ കുട്ടികളുടെ മനസ്സിൽ അത്രയും വിഷമിച്ചിട്ടുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ ഇൻസിഡന്റ് അമ്മേനെയും അച്ഛനെയും അമ്മാമ്മനെയും ഇങ്ങനെ ഉപദ്രവിക്കുന്ന കുഞ്ഞു മക്കളുടെ മനസ്സിൽ അത് എത്ര നാളത്തേക്ക് ഒരു ഭയം അല്ലെങ്കിൽ ഒരു പേടി സ്വപ്നം പോലെ അത് ഉണ്ടാകും. എത്ര നാളെടുക്കണം അവരൊന്ന് മറന്നു പോകാനായിട്ട്. ചിലപ്പോ ഇളയ ആള് ചിലപ്പോ ചെറുതാണ്, 2 വയസ്സാണ്, എന്നാലും അത് മറന്നു പോകാം. പക്ഷെ മൂത്താളുടെയൊക്കെ മനസ്സിൽ എത്ര നാളാ ഒരു പേടി സ്വപ്നം പോലെ തന്നെ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. മിസ്സേ, അങ്ങനെ വരുമ്പോഴായിരിക്കത്തില്ലേ ഈ പിള്ളേരും നാളെ മറ്റുള്ളവരെ കൊന്ന് ജീവിക്കാനൊക്കെ ഉള്ള ഒരു ഇത് അവർക്കും അങ്ങനെയല്ല. ചില പിള്ളേർ മെന്റലി അത് ഇതായി പോവും. അവർക്കും ഈ ഒരു എല്ലാരോടും കൂടി ഭ്രാന്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ വെഞ്ഞാറമൂട് എന്ന് പറയുന്നത് നമുക്കിവിടെ തൊട്ട് അടുത്താണ്. 1 മണിക്കൂർ ബസ്സിൽ പോകുന്നതേ ഉള്ളൂ. ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി ഇത് കേട്ടപ്പോ തന്നെ. പിള്ളേരെയൊക്കെ എങ്ങനെ പുറത്തോട്ട് വിടാൻ തന്നെ പേടിയാവുന്നു. സിസ്റ്റം മാറണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മുടെ സിസ്റ്റം മാറണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ത്രീജനങ്ങളാണ് കേരളത്തിലെ പെർസെന്റേജ് കൂടുതൽ. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ റിയാക്ട് ചെയ്യാത്ത, അതായത് സർക്കാർ നടപടി എടുക്കാത്തത് കൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് കേരളത്തിലെ എല്ലാ സ്ത്രീജനങ്ങളും അങ്ങ് തീരുമാനിക്കണം. സിസ്റ്റം മാറും. നമ്മളിങ്ങനെ കാര്യമില്ല. നല്ല രീതിയിൽ പ്രതികരിക്കാൻ പറ്റുന്ന ഒറ്റ ഒരു ആയുധം എന്ന് പറയുന്നത് വോട്ടാണ്. ചെയ്യുന്നില്ല എന്ന് ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതിലൂടെ എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടെ? ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല. ഇത്തരം ഒരു ഞങ്ങൾക്ക് മക്കളുണ്ട്. വോട്ട് എന്തോ അമ്പിളി, ഞാൻ ഒരു കാര്യം പറയട്ടെ. വോട്ട് ചെയ്യുന്നില്ല നമുക്ക് തീരുമാനിച്ചാൽ അതൊരിക്കലും നമുക്ക് പോസിബിൾ അല്ല. വോട്ട് ചെയ്യുന്നില്ലാന്ന്, വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ അവകാശം. നമുക്ക് അതിലൂടെ നമുക്ക് ഇതിനെ ഭരണത്തിനെ മാറ്റം കൊണ്ടുവരാൻ പറ്റും, ആക്കാൻ പറ്റും. പക്ഷെ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവിടുത്തെ സിസ്റ്റം മാറുമൊന്നും ചെയ്യൂല. ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവര് ജയിക്കും. നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ അവകാശങ്ങൾ അവിടെ ഇല്ലാണ്ടായി പോന്നേ ഉള്ളൂ. നമ്മൾ സ്ത്രീജനങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ സർക്കാർ അത് ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട് സ്ത്രീകൾ ചെയ്തില്ല? അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് അവതരിപ്പിക്കുകയാണ്. ഈ കഞ്ചാവ്, മയക്കുമരുന്ന് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും അതിന്റെ സോഴ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അത് എവിടെ നിന്ന് ഉണ്ടാക്കുന്നോ അവിടെ തീർക്കണം ആ സാധനം. എന്നിട്ട് അപ്പൊ നമുക്ക് മക്കൾക്ക് അത് കിട്ടാതെയാവും. മനസ്സിലായോ? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കാനുള്ള ശേഷിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഒരു ചെറിയ ഐഡിയ മാത്രമാട്ടോ. ഇപ്പൊ ഞാൻ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആധികാരികമൊന്നും പരിശോധിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് എനിക്കിങ്ങനെ തോന്നി. ഞാൻ കാര്യം പറയട്ടെ. കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ തലസ്ഥാനത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട ആശാവർക്കർമാർക്ക് അവർക്ക് സാലറി പ്രശ്നത്തില് ആണ് ആ സമരം പോകുന്നത്. ഒരുപാട് രീതിയിൽ അവരത് ഗവൺമെന്റ് അറിയിക്കാൻ നോക്കി. എന്നിട്ടും അവർക്ക് ആ സാലറി ഇതാകില്ല, പൈസ കിട്ടിയില്ല. ദെൻ അവർ സമരത്തിലേക്ക് പോയി. പക്ഷേ ഇവിടെ മാറ്റമൊന്നും വന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുള്ള ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ എന്താ പറയുക, ആരോഗ്യ മേഖലയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇതിവിടെ
കേരളത്തിൽ ഇങ്ങനെ ആയിരിക്കുള്ളൂ. നമ്മൾ എന്ത് പ്രതികരിച്ചാലും പ്രതികരിക്കുന്ന ആളെ അടിച്ചമർത്താനേ അവർ ശ്രമിക്കുള്ളൂ. അവര് വേണ്ട ആ ഒരു രീതിയിലാണ്. ഇല്ലെങ്കിലും നിയമം മാറണം. അല്ലാണ്ട് വോട്ട് ചെയ്യാണ്ട് നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ സമരത്തിന് ഇറങ്ങിയിട്ടോ ഒന്നല്ല. ഇതിന്റെ നിയമം മാറിയാൽ തന്നെ നമ്മുടെ സ്ഥലം നന്നാവും. കറക്റ്റ് പോയിന്റ്. ആരെങ്കിലും പ്രതികരിച്ച് അവരെ ഒറ്റപ്പെടുത്തും, അവരെ കൊല്ലാൻ വരെ ശ്രമിക്കും. പിന്നെ അവരവസാനം പ്രതിയാവും, പ്രതിവാദിയാവും. അതേ നടക്കും. കൊല ചെയ്ത് കളയും, അവര് വീട്ടിൽ വന്ന് കൊല്ലും. അതുകൊണ്ടാണ് ആരും മുന്നോട്ട് നിൽക്കാത്തത്, പേടിച്ചിട്ടാണ്. ന്റെ കാര്യം തന്നെ ഇന്നാൾ ആരൊക്കെ പറയുന്നത്, ഞാൻ വേണ്ടാതിരുന്ന എത്രയോ പേരുമായിട്ട് ഞാനിത് സംസാരിച്ചു. അപ്പൊ അവര് പറയുന്നത്, എന്റെ പൊന്നുമോളെ, നമ്മൾ പോയി ഇവരെ എടുത്തു കഴിഞ്ഞാൽ അവസാനം ഇതിന്റെ പുറേ നമ്മൾ നടന്ന് നമ്മുടെ ഊപ്പാട് 5-6 വന്നു പോകും. ഇതിന്റെ എല്ലാ കേസുകൾക്കും നമ്മളെ വിളിക്കും. എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ഏത് രീതിയിൽ കിട്ടി, എങ്ങനെ സംഭവിച്ച, എപ്പ കണ്ടു, ഏത് കണ്ടു, പിന്നെ അവരുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കും വിട്ട്. അവരുടെ ചിലപ്പോ കാശ് കാണത്തില്ല, ചിലപ്പോ സമയം കാണത്തില്ല, ചിലപ്പോ സാഹചര്യം അനുവദിക്കത്തില്ല. ഇവരിതിന്റെ പുറകിൽ നടന്ന് ഇവരെ പോലെ ഒരു ഉപകാരം ചെയ്തതല്ല, ഉപകാരം ചെയ്തവർ അവസാനം ഉപദ്രവം ഉണ്ടായി മാറും. ആരോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നോ ആത്മാർത്ഥത അവസാനം നമ്മൾ ഇല്ലാതാക്കുക ഒന്നുമല്ല. എന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. എവിടെ ആത്മാർത്ഥത കൂടുതൽ കാണിക്കുന്നോ ആത്മാർത്ഥത ചെയ്തവരാരുമല്ലാതായി ഒന്നുമല്ലാതായി. ഒരു മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, തെമ്മാടിക്കും തേക്കും തെടിക്കും എവിടെയും കിടക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ. അങ്ങനെയുള്ളിടത്ത് നമ്മുടെ കാര്യം നോക്കി എങ്ങനെയെങ്കിലും ജീവിച്ചു പോവാം. സിസ്റ്റം മാറണം, അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു ന്യൂസ് ആയിരുന്നു ഇത് വാളയ പീഡനം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ന്യൂസ്? നമ്മളുടെ ചെറുപ്പത്തിലാണ് സംഭവം നടന്നേ തോന്നുന്നു. ഓർമ്മയുണ്ടത്? കുറെ മുന്നേ കേട്ടിട്ടുണ്ട്. അതാണ് മാം വളരെ പേരൻസ് അല്ലേ അത് കൂട്ടുന്നത്? ഇപ്പൊ നിയമം തെളിയിച്ചു. എന്താണ്, പാരന്റ്സ് ആണ് കുട്ടികളുടെ ഇത് സംഭവം നടന്നെന്ന് ഇപ്പൊ CBI അന്വേഷണം വന്നപ്പോ തെളിയിച്ചു. എന്തൊക്കെയായിരുന്നല്ലേ ഒരു ഇടയ്ക്ക് ആ സംഭവത്തിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ, കുറെ എന്താ പറയുക, രാഷ്ട്രീയ കളികളൊക്കെ വന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ഒരു കാര്യം, പാരന്റ്സ് ആണ് കുറ്റക്കാരെന്ന് പിന്നെ തെളിഞ്ഞു. അപ്പോ നമ്മൾ എന്താണ്, നമ്മളിപ്പോ സാധാരണ കേസ് നടക്കുമ്പോ കാശ് കിട്ടുമല്ലോ. ഞാൻ പാലക്കാടാ, അപ്പൊ നമ്മള് വാളയാർ ഏകദേശം അടുത്താണ്. അപ്പൊ പറയുന്നത് പൈസക്ക് വേണ്ടിയിട്ട് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഒരുപാട് ചേക്കേറി പാർക്കുന്ന സ്ഥലമാണ് പാലക്കാട്. അപ്പൊ ഇവിടെ അത് കാരണമാണ്. അവർക്കൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഏത് സ്ഥലത്ത് പോയി അവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കും. അത് ഭയങ്കര, അവര് അവസാനം അമ്മ തന്നെയാണ് ഇപ്പൊ കുറ്റകാരി എന്നാ പറയണത്. ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. എന്റെ അഭിപ്രായം, നമ്മൾ ഈ നിയമത്തെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാം. നിയമം എങ്ങനെ കണ്ടുപിടിക്കുമെന്നാ ഈ പറയുന്നത്? ഈ നിയമം എല്ലാം കുറെ കൂടെ കാശ് ചെല്ലുന്നു, കുറെ രാഷ്ട്രീയക്കാർ പറയുന്നത് വഴി കൂടെ പോയി അവസാനം ശരിയായ കുറ്റക്കാരാണോ ശിക്ഷിക്കപ്പെടുന്നത്? കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടും. ദൈവത്തിന് മാത്രമേ ഒരു വ്യക്തിയുടെ ശിക്ഷ, മാമിന്റെ മനസാക്ഷി അറിയുന്ന മാമും ദൈവമാണ്, എന്റെ മനസാക്ഷി അറിയുന്ന ഞാനും ദൈവമാണ്. ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് അവരവരും ദൈവവും അല്ലാതെ ആരും കൂട്ടില്ല. സത്യം അവരവർക്കും ദൈവത്തിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. കുറെ ആളുകളും കുറെ പണവും കുറെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവർ മിടുക്കരായി. കുറ്റം ചെയ്യാത്ത നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു. നിയമം എന്തോ ചെയ്യാൻ പറ്റും? നിയമത്തിന് എന്ത് പറ്റും? ഒന്നും നടക്കത്തില്ല. അത് സത്യമാണ് മാം. ഞാൻ എന്റെ ഒരു ലൈഫിന്റെ ഇതൊന്നും ഞാൻ പറഞ്ഞോട്ടെ. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ബോധവൽക്കരിക്കുക. എന്റെ മോനും കൊട്ടാരക്കര കോളേജിലെ മാം ലഹരി വിരുദ്ധ അതിന്റെ മെയിൻ ലീഡറായിട്ട് അവനായിട്ട് നിന്ന് അവിടെ മാം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ ക്ലാസ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കാം പിള്ളേരെ. ഈ ബോധവൽക്കരണത്തിൽ ഒരു കാര്യമില്ല. ബോധവൽക്കരണത്തെക്കാൾ കൂടുതൽ വേണ്ടത് ഇവിടുത്തെ നിയമത്തിന്. ഇപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഈ ഡാൻസുകൾ, അങ്ങനെ ബോധവൽക്കരണ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അതല്ല വേണ്ടത്. മറിച്ച് എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ നിയമം നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആക്കിയാൽ മാത്രമേ ഇവിടെ ലഹരിൻ്റെതായാലും ഇതൊക്കെ. ഇതിന്റെ ഇടയ്ക്ക് ഇന്നലെ മറ്റൊരു ന്യൂസ് കണ്ടല്ലോ, ഒരാള് മഹാരാഷ്ട്രയിൽ അവിടെയൊക്കെ കഞ്ചാവ് നിയമ ഇതാണ്, അതുകൊണ്ട് ഇവിടെയും കേരളത്തിലും അതുപോലെ തന്നെ കൊണ്ടുവരണം, കഞ്ചാവാണ് ഏറ്റവും നല്ല മരുന്ന് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ന്യൂസ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെയൊക്കെ പറയും നമ്മളെ നാട്ടിലെ അത്രയൊക്കെ പറയാൻ അയാൾക്ക് ധൈര്യം എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ നിയമം കൊണ്ട് തന്നെയാണ്. ആരെങ്കിലും സംരക്ഷിക്കാൻ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ബോധവൽക്കരണത്തെക്കാട്ടി കൂടുതൽ ഇഷ്ടംപോലെ ക്ലാസ് നടക്കുന്നുണ്ട്, ബോധവൽക്കരണം നടക്കുന്നുണ്ട്. പക്ഷെ നിയമമൊക്കെ അവിടെ കിടക്കും. കുറെ കൂടെ രാഷ്ട്രീയവും പണവും കൂടെ ബോധവൽക്കരണത്തെക്കാൾ കൂടുതൽ വേണ്ടത് നിയമമാണ്. ചുമ്മാതാ നിയമം, വെറുതെയാ, ഒരു കാര്യവും ഇല്ല. നിയമം എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് പറയും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഈ സിസ്റ്റം എങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങൾ എടുക്കും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലഹരി വസ്തുക്കൾ വിൽക്കാതിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ ഈ അടുത്ത് തന്നെ അങ്ങനെയുള്ള ഒരു പോലീസുകാരനെ നമ്മൾ സസ്പെൻഡ് ചെയ്തു എന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. ലഹരി വസ്തുക്കൾ വിറ്റതിന് പേരിൽ നമ്മളെന്തോ കേസ് വിടും. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഉറപ്പായിട്ടും മാറ്റാം. ഈ ലഹരി വസ്തുക്കളും ഇതൊക്കെ കൊടുക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. മദ്യം കുടിക്കുന്നവർ ഒരുപാടുണ്ട്, നല്ല രീതിയിൽ കുടിച്ച് കുടിച്ചാൽ വയറ്റി കിടക്കണമെന്ന് പറയുന്ന പോലെ അങ്ങനെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ലഹരി വസ്തുക്കൾ സ്കൂൾ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളത് അത് നിയമത്തിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് അവരതിനുള്ളത് ഇത് ചെയ്യണം. അത് എന്തിനാ അത് വിൽക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത്? ഉള്ള സ്കൂൾ കുട്ടികൾ ചെയ്യാൻ പറ്റും. നമ്മളെ പോലുള്ള വീട്ടമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാതിരിക്കുക. ഒരു മിനിറ്റ്, നമ്മളെ പോലത്തെ വീട്ടമ്മമാർക്ക് നമ്മളുടെ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറ്റും ഇല്ലേ? നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളുടെ കാര്യം നന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ഏജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്താണ് ചെയ്യുന്നത്, കാര്യങ്ങൾ എന്തൊക്കെയാണ് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമ്മളെപ്പോലെ ഓരോ അമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനെന്താ പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ടെത്താനും അതിനുള്ള പരിഹാരങ്ങൾ എടുക്കാനും പറ്റും. പിന്നെ നമ്മൾ പഠിപ്പിച്ചിറക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും ഈ ഒരു ഇതിലേക്ക് തിരിയില്ലാന്ന് നമ്മളെ പോലത്തെ ടീച്ചർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പ് കൊടുക്കാൻ പറ്റും. നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇന്നത് ദോഷമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പറ്റും? കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിലോ പോയി കഴിഞ്ഞാല് പണ്ടത്തെ ഫ്രീക്കന്മാരുണ്ടായിരുന്നല്ലോ, നമ്മുടെ മുടിയൊക്കെ വളർത്തിയിട്ട് നമ്മളുടെയൊക്കെ ജനറേഷൻ സമയത്ത് ഭയങ്കര ഫ്രീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവും അതേപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും ആ സമയത്ത് വായലൊക്കെ ഒരു സാധനം പൊത്തിയിടുന്നില്ലേ, ആ ആൾക്കാർ ഇപ്പൊ ക്യാൻസറൊക്കെ മൗത്ത് ക്യാൻസറും തോട്ട് ക്യാൻസറൊക്കെ ആയിട്ട് അവിടെ ചികിത്സയിൽ കിടപ്പുണ്ട്. അവരെ പോയി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ആ ചേട്ടനോട് എന്തുകൊണ്ടാണ് ആ ചേട്ടൻ ഇങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കാം. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് നേരിട്ട് പറയട്ടെ മക്കളോട്. അവർക്ക് ഇന്നത് വരാൻ കാരണം ഇന്നതാണ്, മദ്യമാണ്, അവർക്ക് ലിവർ സിറോസ് വരാനുള്ള കാരണം കിഡ്നി അടിച്ചു പോയത് ഇതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് നേരിട്ടുള്ള ഉദാഹരണങ്ങൾ, അല്ലാണ്ട് സിനിമയിൽ കാണിക്കുന്ന ഏതൊരു നാട്ടിൽ നടന്ന സംഭവം വെച്ചിട്ട് നമ്മൾ സിനിമ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് കൊടുക്കുന്ന ആ ന്യൂസിനേക്കാളും എത്രയും നല്ലതാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാള് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആൾക്കാരൊന്നുമില്ല, അല്ലെങ്കിൽ ക്യാൻസർ അവർക്ക് ആർക്കും വന്നിട്ടില്ല എന്നല്ല. അവർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അവർക്ക് ഇന്നത് വന്നത് അവരുടെ ഒരു തെറ്റായത് കൊണ്ടാണ്. അവർക്ക് ഒരുപാട് ആൾക്കാര് കുറ്റബോധവും അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്റെ വഴിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യം, അവർക്ക് ഇരിക്കുന്ന ജീവൻ ഇത്രയും നാൾ ജീവിച്ച് അത്രയും പോലും ജീവിക്കാനുള്ള യോഗമില്ല. കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അപ്പോ അത് നമ്മളുടെ മക്കളെ കുഞ്ഞു പിള്ളേരെ കാണിച്ചു കൊടുക്കാം. നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികളെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ടൊരു ട്രിപ്പ് എന്നുവെച്ചാല് ഒരുപാട് പൈസ കളഞ്ഞ് ടൂറും അതേപോലെ തന്നെ വിനോദത്തിനും അങ്ങനെ ഒരുപാട് കാര്യത്തിൽ പോകുന്നുണ്ടല്ലോ. പക്ഷെ അതൊഴികെ നമ്മൾ ഇതേപോലെ ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇന്നത് കൊണ്ടാണ് അവർ. ഇതേക്കുറിച്ചൊന്നും ഐഡിയാസ് ഇല്ലാത്ത ഈ രാവിലെ കൂലിപ്പണിക്ക് പോയിട്ട് വൈകിട്ട് കയറി വരുന്ന ഒരുപാട് അമ്മമാരുള്ള നാടാണ് നമ്മുടേത്. അപ്പൊ ഈ അമ്മമാർക്ക് രാവിലെ മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് വൈകിട്ട് 5:30 ആകുമ്പോൾ തിരിച്ചു കയറി വന്ന് ഇതേപോലെ വീട്ടിൽ പണിയും ചെയ്യുന്ന അമ്മമാരുണ്ട്. അവർക്ക് ഈ പറയുന്ന മക്കളെ ഈ കൈപ്പുമ്പിളിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഈ കുട്ടികളാണ് കൂടുതലും നമ്മൾ പോലെയല്ല. അമ്മമാർക്ക് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് എന്താ മിസ്റ്റേക്ക് നമ്മളിപ്പോ ഒരു മരം വലുതായി ഇപ്പൊ മാം പറയുന്നത് പോലെ നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് വെക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് അമ്മമാര് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. മക്കൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എല്ലാം. അത് കഴിയും. കാരണം ഇവരുടെ കടം വീട്ടാൻ പോവോ, അതിന് പണിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ഐഡിയ പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഒറ്റ സിറ്റുവേഷൻ അതാണെന്നുള്ളതാണ്. എൻ്റെ ഒരു സമൂഹത്തിന് മൊത്തം, ഇപ്പൊ കേരളത്തിന് മൊത്തം പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അതാണ്. നമ്മുടെ സാഹചര്യം മക്കളോട് പറഞ്ഞു കൊടുത്ത് അവരെ വലുതാക്കി കൊണ്ടുവരണം. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കല്യാണം കഴിക്കുന്ന ഒരു കപ്പിൾസിനെയും പാരന്റിങ് എന്നാണെന്ന് ഒരു ആളും പഠിപ്പിച്ചല്ല വിടുന്നത്.
ശരിയല്ലേ? അതെന്താണ് പാരന്റിങ്ങിന് സത്യം പറഞ്ഞാൽ ഒരു ആൾക്കും അറിയത്തില്ല. പിന്നെ ഒരു തരത്തില് നമ്മളൊക്കെ അതങ്ങ് തട്ടിക്കൂട്ടി കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? എന്താണ് പാരന്റിങ്? വിദേശത്തൊക്കെ ഒന്ന് പാരന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പിൾസിന് പണിയേണ്ടി ഒരാള് ലീവ് എടുത്ത് വീട്ടിലിരിക്കുക മക്കളെ വളർത്താനായിട്ട്. നമുക്കത് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ കാര്യം പറയട്ടെ. പാരന്റിംഗ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി, രണ്ടുപേരും കൂടി ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി ആണ് പാരന്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ വിദേശത്തൊക്കെ ഒരാൾ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുകയാണെന്ന്, അങ്ങനെ ഒന്നും അല്ലാത്ത വിദേശങ്ങളിൽ ഞാൻ അറിയുന്ന എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ തന്നെ അവർക്ക് ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് ആയിരിക്കും കൊച്ചിനെ നോക്കുന്നത്. ചിലപ്പോ ആള് വർക്ക് കഴിഞ്ഞ് വരുമ്പോ ഹസ്ബൻഡ് പോകും. അപ്പൊ വർക്ക് അവർ ഷെയർ ചെയ്തെടുക്കാണ്. വീട്ടിലെ ജോലി അവരുടെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ അവർ കണ്ടുപഠിക്കണം. അതാണ് പറഞ്ഞത് ഷെയറിംഗ് ഉണ്ട്. ഇത് അമ്മമാരുടെ മാത്രം, കേരളത്തിലെ അമ്മമാരുടെ മാത്രം ഡ്യൂട്ടിയാണ് വീട് നോക്കുക എന്നുള്ളതും മക്കളെ നോക്കുക എന്നുള്ളതും. ഇനി മറ്റെന്തെങ്കിലും ബാധ്യതകൾ വന്നാൽ അതെല്ലാം സ്ത്രീകൾ ഭയങ്കര. ഇപ്പൊ കഴിഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് മറ്റേ തമന്ന പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കയ്യിൽ നിറച്ച് ഒരു ശരീരം ബോഡി മുഴുവൻ കൈയായിട്ട് നിൽക്കുന്ന ആളുകളാണ് സത്യം പറഞ്ഞ സ്ത്രീകൾ എന്ന രീതിയിൽ. തീർച്ചയായിട്ടും 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 ശീലിപ്പിച്ച ശീലാണ് എന്ത് ആണുങ്ങൾ ഒരു ജോലി ചെയ്യാൻ പാടില്ല, വീട്ടിൽ ഒരു ജോലി ആണുങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമുക്ക് നമ്മളെ പറ്റും, നമ്മുടെ ഹസ്ബൻഡിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ചെങ്കിലും പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലി ഒന്ന് ഷെയർ ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കുറച്ചെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളുടെ ഇപ്പൊ പാരന്റ്സ് ഒരുമിച്ചാണെങ്കിൽ അത് പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും അതേപോലെ നമ്മൾ വഴക്കിടുന്ന സമയത്ത് ഒരിക്കലും കുഞ്ഞു മക്കളുടെ മുമ്പിൽ വെച്ച് വഴക്കിടാതിരിക്കുക. അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ വെച്ച് അവരെ കാണിച്ചു കൊടുക്കാതിരിക്കുക. അവര് ഈ ബാഡ് വേർഡ്സും അതേപോലെ പെട്ടെന്നുള്ള ഷൗട്ടിങ്ങും ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ അവർ ഈ ബേസിക് ആയിട്ട് പഠിക്കുന്ന എവിടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ നിങ്ങൾക്ക് അറിയാം. ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫാമിലിയിൽ നിന്നാണ് അവർ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അവർ ഫാമിലിയിൽ നിന്ന് സ്നേഹവും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക ലവും കെയറും ഷെയറിംഗ് ഒക്കെയാണ് പഠിച്ചു വരുന്നെങ്കിൽ അവര് പുറത്തേക്ക് വന്നാല് എന്തായിരിക്കും കാണിക്കുന്നത്? ഇതേ റെസ്പെക്റ്റും ഇതേ ഷെയറിങ്ങും ഇതേ ലവും ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ അവർ ആ ഫാമിലിയിൽ പഠിക്കുന്നത് ചീത്ത പറയാനും തല്ല് പിടിക്കാനും വഴക്കിടുന്ന അല്ലെങ്കിൽ എപ്പോഴും തല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന പാരന്റ്സിനാണെങ്കിൽ അവർക്ക് പുറം ലോകത്തോട് എന്തായിരിക്കും ഇതേ ഒരു ഫീലിംഗ് ആയിരിക്കും എന്ത് ചെയ്യണത് തോന്നുന്നത്. അപ്പൊ മാക്സിമം നമ്മളത് കുറച്ചെങ്കിലും നമ്മളെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇതേപോലത്തെ വഴക്ക് സാഹചര്യങ്ങളും ഒഴിവാക്കാൻ നോക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഫാമിലി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എത്ര തിരക്കാണെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാം, സംസാരിക്കാം, ഭക്ഷണം കഴിക്കാം. അതൊരു നല്ലൊരു ഫീലിംഗ് ആണ്. ഇത്ര കാര്യങ്ങൾ അറിയാവുന്ന വളരെ ചുരുക്കം ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം അറിയാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഇവരോട് പറഞ്ഞു വിടേണ്ട, ഇവരെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഇതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ മാം പറഞ്ഞില്ലേ, ഭർത്താക്കന്മാര് നമ്മളെ കെട്ടിച്ചു വിടുമ്പോ അവര് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യണം. അതുപോലെ മക്കളെ നോക്കുമ്പോൾ ഒരുമിച്ചുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പേരൻസിനും അത്ര ഇതുള്ള വരെ നമ്മള് മിക്കതും എന്താണ് വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് 3 ദിവസം ക്ലാസ് വെച്ച് മാക്സിമം മിക്ക ഇതിലും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോ ഏകദേശം മിക്കവർക്കും പാരന്റിങ് എന്താണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ഈ കൗൺസിലിംഗ് ക്ലാസ്സിലൂടെ തന്നെ കുറച്ചെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. സമൂഹം കുറച്ചുകൂടെ മാറും അന്നേരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം മാറുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇപ്പൊ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നമ്മള് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ആദ്യം വന്ന സമയത്ത് നമ്മുടെ മക്കളെ ആയപ്പോലും നിങ്ങൾ വഴക്കൊക്കെ പറയുന്നില്ലേ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നില്ലേ? ഇപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവില്ലേ? വഴക്ക് പറയുന്നത് കുറച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അധികം ചൂടാവാതിരിക്കും. എന്നോട് കുട്ടികൾ ഷെയർ ചെയ്യാറുണ്ട്, ആദ്യം ഞാൻ മക്കളോട് ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ പെരുമാറിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നാൽ, മോണ്ടിസോറി ടീച്ചിങ്ങിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. മിസ്സേ വഴക്ക് പറയാറില്ല, അവരുടെ സ്ഥാനത്ത് എന്തായിരിക്കുമെന്ന്. ഓക്കെ, ഏറ്റവും നല്ല കാര്യമായിട്ട് അതൊക്കെ. അപ്പൊ നമ്മള് കുട്ടികളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാം. ഞാനും നിങ്ങളുടെ അതേ സ്റ്റേജില് കുട്ടികളുടെ മുമ്പിൽ വഴങ്ങുന്ന ദേഷ്യം വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ മാക്സിമം എന്റെ മുഖം മാറുമ്പോഴേക്കും ആൾക്ക് അറിയാൻ തുടങ്ങും. അപ്പൊ ഞാൻ പറയും, മോളോട് പറയും, ഇല്ല മോനെ കുഴപ്പമില്ല, കുട്ടികളല്ലേ അങ്ങനെ ചെയ്യുമല്ലോ,
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അതേപോലെ അവളുടെ ആ ഒരു എക്സ്പീരിയൻസിലൂടെ മാക്സിമം എനിക്കൊരു നല്ല കുട്ടിയാക്കി വളർത്താനായിട്ട് എന്റെ മക്കളെങ്കിലും പറ്റണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ നല്ല കുട്ടികളാക്കണം, അതേപോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നാളത്തെ തലമുറ നന്നാക്കണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ മാക്സിമം ക്ലാസ്സിലേക്ക് വരാം. നമുക്ക് നമ്മളെ നല്ല ടീച്ചേഴ്സ് ആവാം മിസ്. നല്ല ടീച്ചേഴ്സ് ആയിട്ട് ഒരു തലമുറയെ, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പിടി തലമുറയെ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും, ഉറപ്പാണ് ഇൻഷാ അല്ലാ. അങ്ങനെ ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം നല്ല കാര്യമാണ്. നമ്മളെ കൊണ്ട് ഒരു കുട്ടിയുടെ ജീവിത വിജയം മാറിച്ചിട്ടാണെങ്കിൽ നോക്കാട്ടോ. എന്താണ് കുട്ടികളുടെ മുമ്പില് സത്യാണ് കേട്ടോ. നമ്മൾ എപ്പോഴാ സ്നേഹം കാണിക്കുന്നത്? നമ്മളോട് പറയാം, നമ്മള് കുട്ടികളുടെ മുമ്പിൽ തന്നെ പാരന്റ്സ് സ്നേഹം കാണിക്കുക തന്നെ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താണ്, അവർ കണ്ടു വളരട്ടെ, ഇതാണ് സ്നേഹം. അല്ലാതെ ഭാഗ്യമായ സ്നേഹത്തോട് അവർക്ക് എന്തുണ്ടാവില്ല, ഒരു കാര്യം അവർക്ക് മനസ്സിലാവും, അവർ ഐഡന്റിഫൈ ചെയ്യും ഇതല്ല സ്നേഹം എന്ന് പറയുന്നത്. അപ്പോ അച്ഛൻ അമ്മനെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അത് കണ്ടു വളർന്നു വരുന്ന മകൻ ഒരിക്കലും മകന്റെ വൈഫിനോട് ഒരു മോശം രീതിയിൽ പെരുമാറില്ല, ഇല്ലല്ലോ. ഓക്കെ, അതേപോലെ തന്നെ പെൺകുട്ടി അച്ഛനെ തന്നെ വിചാരിച്ചു, കാരണം അച്ഛനെ കണ്ടിട്ട് അച്ഛൻ എങ്ങനെയാണോ അമ്മനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടു വളരുന്ന പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിന് വേണമെന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ത്, അവന്റെ അച്ഛനെ പോലെ കാണണം. ഞങ്ങൾ ഇവിടെ എങ്ങനെയാ മിസ്, ഞങ്ങൾ വഴക്കും അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒക്കെ മക്കളെ മുമ്പ് വെച്ചിട്ടാണ്. തല്ലുകൂടുകയും ചെയ്യും, എല്ലാം ചെയ്യും. മക്കൾ കാണാൻ ഞങ്ങളെന്ത് പറയും, നിങ്ങൾ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാ. എന്നുവെച്ചാല് ഞങ്ങൾ തല്ലുണ്ടാക്കും, അതുപോലെ ഞങ്ങൾ പിണക്കും ഒക്കെ ഞങ്ങൾ മക്കളെ മുമ്പ് തന്നെ തീർക്കുക. കഴിഞ്ഞു, നമ്മളെ ലൈഫ് ഹാപ്പിയായി. ഓക്കെ, ഒരു പരിധി വരെ നല്ലതാണ്. ഭയങ്കര വഴക്കൊക്കെ ആണെങ്കിൽ മാക്സിമം കുട്ടികളുടെ മുമ്പിൽ വെച്ച് ചീത്ത പറയാതിരിക്കുക. കാരണം അവരുടെ സൂപ്പർ ഹീറോനെ ചീത്ത പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സൂപ്പർ ഹീറോനെ ചീത്ത പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ ഞാൻ വഴക്ക് ആദ്യമൊക്കെ ഇങ്ങനെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും, കുറെ നേരത്തേക്ക് എന്നോട് മിണ്ടൂല. അപ്പൊ ഞാൻ വഴക്ക് പറയുന്ന ടോൺ മാറ്റും. അപ്പൊ അച്ഛന് കണ്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് അമ്മ ഇങ്ങനെ ചീത്ത പറയുന്ന പോലെ പറഞ്ഞത്. വിഷമിക്കുന്നുണ്ട്, അവർക്ക് ഭയങ്കര ഇതാണ്, അച്ഛനോട് ഭയങ്കര സെന്റിമെന്റ്സാ. പെൺകുട്ടിയാണല്ലോ, ഭയങ്കര ഇതാണ്, ചക്കരയും വീര്യം എന്ന് പറയാം. സോ അതേപോലെ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ പെൺകൊച്ചിന് കുറച്ച് അസൂയൊക്കെ തോന്നും. അതൊക്കെ നോർമലി അവര് സ്നേഹം കണ്ട് തന്നെ വളരട്ടെ. ഓക്കെ, അതേപോലെ ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. എന്താ പറയാ, ഒരു എന്റെ കൊച്ചെറുക്കൻ ജനിച്ച സമയത്ത് നമുക്ക് 56-57 ആയി കഴിഞ്ഞപ്പോ വീട്ടില് ഹസ്ബൻഡിന്റെ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയും 3 മരണപ്പെട്ടു. അത് ആത്മഹത്യ ചെയ്ത, കടത്തിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്ത. ആ സമയത്ത് 57 ആയിട്ടുള്ളൂ കൊച്ചെറുക്കൻ. ചെറിയ ഇളയ മോനെ ഞങ്ങൾ അങ്ങനെ വിളിക്കണേ കൊച്ചെറുക്കെന്ന്. അപ്പൊ അവൻ 57 ആയപ്പോ അമ്മ വീട് പോയി, എന്ന് വെച്ചാല് അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചേച്ചിയും ടീച്ചർ മക്കളൊക്കെ ഉണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞിട്ട് അമ്മ വീട് പോയി. അപ്പോ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. 57 ആവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് ആ സമയത്ത് കടന്നു പോയത്. കാരണം വീട്ടില് വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല, നമ്മള് ജോലിയുടെ കാര്യത്തിലായാലും ഒന്നിനും ഹെൽപ്പ് ചെയ്യാനില്ല. ആകെ ഉള്ളത് അച്ഛൻ, അതേപോലെ ഹസ്ബൻഡ് അനിയൻ, ഇവര് 3 പേരാണ്, 3 ആണുങ്ങളാണ് ഉള്ളത് വീട്ടിലെ. ബാക്കി എല്ലാ ജോലിയും ചെയ്യണം, ഫുഡ് കഴിക്കണം, എല്ലാ കാര്യവും നമ്മൾ ചെയ്യണം. ചെറുതിന്റെ കാര്യം നമ്മൾ നോക്കണം. മൂത്ത ആള് അപ്പോ 2 വയസ്സ്, ആ സമയത്ത് അവർക്ക് 2 വയസ്സ്, അവൻ ജനിച്ചപ്പോ അവർക്ക് 2 വയസ്സാണ്. അധികം ഏജ് ഗ്യാപ്പ് ഇല്ല. ആ സമയത്താണെങ്കിൽ മൂത്ത ആള് കരയണോ, ആ സമയത്ത് എനിക്ക് അവളെയും എടുക്കണം, പക്ഷെ അവനെയും എടുക്കാൻ പറ്റൊരു നമ്മളെന്താ പറയാ, ഭയങ്കര ഡിപ്രഷൻ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നിയ ഐഡിയ ആണ്, കാരണം എനിക്ക് ജോലി ചെയ്യണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണം. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ കൊച്ചെറുക്കനെ ഞാൻ അച്ഛൻ്റെ കൊടുക്കും, പാലൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് അച്ഛൻ്റെ കൊടുക്കും. അച്ഛൻ ജോലി കുറച്ച് വയ്യാണ്ട് ആയ സമയത്ത് അച്ഛൻ ജോലി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ്റെ കൊടുക്കും. അച്ഛനാണ് അവനെ ഓർക്കണതും പാട്ടുപാടി ഓർക്കണതൊക്കെ അച്ഛന്റെ ജോലിയാണ്. ആ സമയത്ത് ഞാൻ വീട്ടിലെ എല്ലാ പണികളും ചെയ്യും. അതേപോലെ തന്നെ ഹസ്ബൻഡും
അനിയനും എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നല്ലോ. അവർ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വീട്ടിൽ വന്ന സമയത്ത് അവര് ഭക്ഷണം കഴിക്കുന്ന പാത്രം ക്ലീൻ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. ഞാൻ തുണിയൊക്കെ അലക്കി വെക്കുള്ളൂ, വാഷിംഗ് മെഷീനിലും അതേപോലെ കൈക്കൊക്കെ അലക്കിയിട്ട് തുണിയൊക്കെ എടുത്ത് വെക്കുള്ളൂ. ബക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഹസ്ബൻഡും അതേ അനിയനും രണ്ടുപേരും എന്ത് ചെയ്യും, മുകളിൽ കൊണ്ടുവന്ന് വിരിക്കുകയൊക്കെ ചെയ്യും. അതുവരെ ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാ കാര്യവും അമ്മയെ ചെയ്തു കൊടുത്തിരുന്നത്. അതുവരെ ഉണ്ടായിരുന്നില്ല. അതിന്റെ പ്രശ്നം ഞാൻ പറയാം. അതേപോലെ തന്നെ നമ്മള് ഹാള് പിന്നെ അടിച്ചു തരുന്നില്ല, അടിച്ചു ഞാൻ വേഗം പോയി തുടച്ചൊക്കെ വയ്ക്കും. അതേപോലെ ഞങ്ങൾ ഹിന്ദുക്കളാണ്, നമുക്കറിയാം ഈ പേരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ എല്ലാ തുണികളും എടുത്ത് കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ഭയങ്കര ആചാരം, അമ്മയ്ക്ക് അങ്ങനത്തെ കുറെ നിർബന്ധങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ വന്നു ഈ ഒരു തെളിയും കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അമ്മ വന്നു കഴിഞ്ഞപ്പോ ഇതേപോലെ ഒരുപാട് തുണി ഉണ്ടായിരുന്നുണ്ടോ, ഒരുപാട് തുണിയൊക്കെ ഞാൻ എടുത്ത് അലക്കി ഇതേപോലെ ബക്കറ്റ് 5-6 ബക്കറ്റ് ഞാൻ നിരത്തി വെച്ചിരിക്കാം. മുകളില് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വലിയ ഇല കെട്ടിരിക്കുക, കാരണം അത്രയും തുണികൾ ഉണക്കാനുണ്ട്. സോ അപ്പൊ ഹസ്ബൻഡും അച്ഛനും കൂടി ഈ തുണികളൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന് കണ്ടപ്പോ അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല. കാരണം ഇതുവരെ അമ്മ ഇവരെ കൊണ്ട് ഡ്രസ്സ് കഴുകിക്കുക, അതായത് തുണി വിരിപ്പിക്കുക, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രം പാത്രം അവിടെ തന്നെ വെക്കുള്ളൂ. അമ്മയാണ് എടുത്തുകൊണ്ട് പോകാറ്, അല്ലെങ്കിൽ ഞാനാണ് എടുത്തുകൊണ്ട് പോകാറ്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ പാത്രം മുമ്പ് ചെയ്ത ശീലത്തിനനുസരിച്ച് പാത്രം കൊണ്ടുപോയി ക്ലീൻ ചെയ്തത് കഴുകി വെക്കണം. അപ്പോഴേക്കും അമ്മയ്ക്ക് അത് കണ്ടപ്പോ ഭയങ്കര ഷോക്കായി. എന്റെ മോനെക്കൊണ്ട് ഞാൻ ഇതുവരെ പാത്രം പോലും കഴിച്ചിട്ടില്ല, പക്ഷെ നീ അത് ചെയ്യിച്ചല്ലോ എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി. പക്ഷെ എനിക്ക് എനിക്ക് ചെയ്യാം. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം എന്താണ്, നമ്മൾ ആ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമുക്കൊരു ഹെൽപ്പാണല്ലോ. എനിക്കാണെങ്കിൽ 2 പിള്ളേരെ നോക്കണം. ആ സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയതാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ അപ്പുറത്തായിരുന്നു. ചില സമയത്തൊക്കെ കുട്ടികൾ രണ്ടും കരയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇനിയൊരു പ്രശ്നം വന്നു. അപ്പൊ ആദ്യം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിട്ട് എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് ഞാൻ കഴുകി വെച്ചാൽ പ്രശ്നം പറ്റും, ഞാൻ എന്താ കഴുകിയാന്ന് പറഞ്ഞ അമ്മയോട് ചോദിച്ചത്. അപ്പൊ അമ്മ പറഞ്ഞു, അതെങ്ങനെ ശരിയാവാൻ കൊച്ചല്ലേ. അപ്പൊ അമ്മ ചോദിച്ചു, ഈ രണ്ടുപേര് ഹസ്ബൻഡ് അമ്മയും കൂടി രണ്ടുപേരും കൂടെ അങ്ങോട്ട് തല്ലുടിച്ച് വെച്ചാൽ ആക്കാല അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചു കേട്ടോ. അപ്പൊ ചോദിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് പിന്നെ അനിയൻ മാറി. പിന്നെ അമ്മ വന്നതിന് ശേഷം അമ്മ ചെയ്യുന്ന ശീലങ്ങള് പഴയ പോലെ തന്നെ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കും, അമ്മ തന്നെ പ്ലേറ്റ് കൊണ്ട് നോക്കും, അവന്റെ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് കൊടുക്കും, അതൊക്കെ അമ്മ ചെയ്തു കൊടുക്കും. പക്ഷെ ഹസ്ബൻഡിന്റെ കാര്യത്തില് ഹസ്ബൻഡ് ഒരുപാട് മാറി. എന്റെ ഹസ്ബൻഡ് ഒരുപാട് മാറി. ഞാൻ എങ്ങനെ ആയിരിക്കണം എന്റെ ഹസ്ബൻഡിനെ കാണുമെന്ന് വിചാരിച്ച അതേപോലെ ആയിട്ട് മാറി. കാരണം ആൾക്ക് മനസ്സിലായി ഇന്നതാണ് സാഹചര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടില്, എന്റെ സ്വന്തം വീട്ടില് അച്ഛൻ ഇതേപോലെ അച്ഛന്റെ ഡ്രസ്സ് അച്ഛൻ സ്വന്തമായിട്ട് കഴുകിയിട്ടുള്ളൂ. അതേപോലെ തന്നെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണതും സ്വന്തമായിട്ടാണ്. ഞാനത് കണ്ടു വന്നപ്പോ ഇവിടെ കുറെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് വന്നിടയ്ക്കും അങ്ങനെയൊക്കെ തോന്നുന്നു. പക്ഷെ എന്നാലും ഞാനൊരു പരിധി വരെ പിടിച്ചു നിന്നു. പക്ഷെ ഈ ഒരു സാഹചര്യം വന്നപ്പോ എന്റെ ഹസ്ബൻഡ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ പെരുമാറിയത്. ആ ഒരു ശീലം ഇപ്പോഴും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു റെസ്പെക്ട് ആണ് ആ കാര്യത്തിൽ. കാരണം അമ്മ വന്നിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനോട്, ഞാൻ അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യാനായിട്ട് ഞാനില്ലേ, ഞാനുള്ളപ്പോ നീ എന്താ ചെയ്യുന്നത്, എന്റെ കാലം കഴിഞ്ഞത് നീ ചെയ്താൽ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹസ്ബൻഡ് നിന്നില്ല, ആള് ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു സ്റ്റേജ് കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മള് എന്റെ അമ്മ അങ്ങനെയാ. നാത്തൂമാര് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാ ആങ്ങളമാര് അവരുടെ തുണി കഴുകിയിടും, പാത്രം കഴുകി വെക്കും. പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഫീലാ അത്. ഇവരെന്തിനാ പിന്നെ കെട്ടിക്കൊണ്ട് വന്നേന്നുള്ള രീതിയിൽ അമ്മ സംസാരിക്കും. പക്ഷെ എന്റെ ഇളയ കൊച്ചിന് പ്രായം 9. ഈയിടെ ഞാൻ വീട്ടിൽ പോയപ്പോ എന്റെ ഇളയ ആങ്ങളയ്ക്ക് 40 വയസ്സാണ്. അപ്പോ ചേട്ടായി ഫുഡ് കഴിച്ചിട്ട് അവിടെ തന്നെ വെച്ചു പാത്രം. എന്റെ 9 വയസ്സുള്ള പുള്ള ഫുഡ് കഴിച്ചിട്ട് കൊണ്ട് പാത്രം കഴുകി. അപ്പൊ അമ്മ പറഞ്ഞു, നീ അവിടെ പാത്രം വെച്ചേടാന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ പാത്രം എനിക്ക് കഴുകണ ഇഷ്ടമേ, എന്നെ ആരും നിർബന്ധിച്ച് ചെയ്യിക്കണല്ലേ, എനിക്ക് എന്റെ പാത്രം ആരും കഴുകണ ഇഷ്ടമല്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞേട്ട പറഞ്ഞു, എന്നെ നാണം കെടുത്താനാണോടാ നീ തുടങ്ങണേന്ന് ചോദിച്ചോണ്ട് കളിയാക്കി. എന്നിട്ട് അത്യാവശ്യം അവരെക്കൊണ്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യിക്കും. നമുക്കൊരു വയ്യായിക വന്നാൽ ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് ആയി പോകരുത്. അവർക്ക് അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും എല്ലാം അവർക്ക് സാധിക്കണം. അത് ഇനിയുള്ള അമ്മമാര് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഇത്രയും പേരുണ്ട്, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം അമ്മമാരും തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ റിയൽ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ ക്ലാസ് ഫുഡ് കൊടുക്കുന്ന. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ എന്റെ രീതികൾ ഇത് തന്നെ ആയിരുന്നു.
അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫ്ലൈറ്റ് ആണെങ്കിൽ അവനത് തുടച്ചു വെക്കേണ്ട അവന്റെ തന്നെ ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ ഒരിക്കലും ചെയ്തു കൊടുക്കാറില്ല. അങ്ങനെ കുഞ്ഞില്. പക്ഷെ ഇപ്പൊ അതാ ഷെറീന മിസ് ക്ലാസ് എടുത്ത ഒരു ടൈമിൽ ഇങ്ങനെ ഇതേ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊച്ചുങ്ങളെ കൊണ്ട് ചെയ്യിക്കണ കാര്യം. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യാം അവരെന്താ ചെയ്യുന്നത്, ചെയ്യിക്കാൻ പറ്റുന്ന മാക്സിമം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചെറിയ ചെറിയ ജോലികളുണ്ടാ, ഒരുപാട് ലോഡ് കൊടുക്കരുത്. അവർ കഴിച്ച പാത്രം ഇപ്പൊ കുഞ്ഞൊരു 3-4 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ സിനീറ്റ് അവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറയാം. അതല്ല കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അത് കഴുകി വെക്കാൻ പറയാം. ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലേ അവരെ ബിൽഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് എന്താ പറയാ നല്ലൊരു കുട്ടിയായിട്ട് മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിലും. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം അടച്ചു വെക്കാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് ആ വേസ്റ്റ് മാറ്റി ആ പാത്രം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിക്കണം. അതേപോലെ നമ്മൾ മോണ്ടിസോറിയിൽ നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് വരുമ്പോൾ പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇന്ന കാര്യങ്ങളാണ് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ ഒരു പരിധി വരെ നമ്മൾ ഡിപ്പെൻഡന്റ് ആക്കാതിരിക്കാൻ നോക്കാം, മക്കളെ ഡിപ്പെൻഡന്റ് ആക്കാതിരിക്കാൻ നോക്കാം. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിൽ ഏറ്റവും ഏതൊക്കെ ഡെവലപ്മെന്റ് നിങ്ങൾ കഴിഞ്ഞു? ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ എവിടെ അത് പറഞ്ഞു മാം. ഡെവലപ്മെന്റ് ഇപ്പോഴല്ലേ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4ാമത്തെ യൂണിറ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് മിസ് എടുത്തോണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അപ്പോ നമ്മള് ഇമോഷണൽ ഡെവലപ്മെന്റ് പറഞ്ഞു. എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട് മനുഷ്യർക്ക്? എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട്? പേടി, ഫിയർ, ആശ്ചര്യം, ആശ്ചര്യം. ഓക്കെ, അങ്ങനെ ജിജ്ഞാസ എന്താണോ അറിയാനുള്ള ആൻസൈറ്റി, ഭയം, ഭയം, ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടം, സങ്കടം. ഓക്കെ, സാഡ്നെസ്, ഹാപ്പി, ദേഷ്യം, പക, ഭയം. ഓക്കെ, സന്തോഷം. ഓക്കെ, സന്തോഷം. കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഈ ഇമോഷൻസ്? ഭയങ്കരമായിട്ട് ഇതായിരിക്കും. ഒരു അങ്ങോട്ട് വിതുമ്പി അങ്ങോട്ട് കണ്ണീന്നൊക്കെ ഇങ്ങനെ മനസ്സിലായിരിക്കും. പക്ഷേ ആ ഇമോഷൻസ് പെട്ടെന്ന് മാറും. പെട്ടെന്ന് നിങ്ങൾ അറിയണം കൊച്ചു പെട്ടെന്ന് ചിരിച്ച് കളിക്കണം കാണാൻ പറ്റും, അല്ലെങ്കിൽ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണാൻ പറ്റും. ഓക്കെ, അത് അവരുടെ ഇമോഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെ? അത് ഇന്നലെ എന്റെ മോന് വീണു. എന്റെ മോൻ ഇന്നലെ അവൻ ഓടിക്കളിക്കുന്ന സമയത്ത് വീണിട്ട് അവന്റെ നെറ്റി നല്ലോണം മൊയച്ചു പോയി. അപ്പം അവിടെ ഒരു ചുമരിന് കൊണ്ടിട്ടാണ് ഈ മുഴച്ചിട്ടുണ്ടായി. അപ്പൊ ഞാനിങ്ങനെ ഐസ് പാക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് അവനൊരു കരച്ചിലായിരുന്നു. ആ കരഞ്ഞ സമയത്ത് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു അതിനടിക്കുകയെന്ന്. ചെറിയ 2 വയസ്സുള്ള മോനാ. ആ ചുമരിനെ അടിക്കാൻ വേണ്ടിട്ട് ഇവൻ പറയുന്നത്. അങ്ങനെ അടിക്കുക പറഞ്ഞപ്പോ ഹസ്ബൻഡ് അതിന് 2-3 അടി കൊടുത്തപ്പോ അവൻ പെട്ടെന്ന് ചിരിക്കുക. ആ കരച്ചിലിന്റെ കൂടെ തന്നെ അവൻ പെട്ടെന്ന് ചിരിക്കുക. കാരണം അവന്റെ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് പെട്ടെന്ന് സന്തോഷം വന്നു അത് ചെയ്തോണ്ടില്ല. ഓക്കെ, കുട്ടികളുടെ ഇമോഷൻസ് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ ഇമോഷൻസ് എന്തൊക്കെയുണ്ട്? വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ ഇമോഷൻസിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് ആർക്കാണ്? കുട്ടികളിലെ ചെറിയ കുട്ടികളിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ആരാ വഹിക്കുന്നത്? കെയർ ടേക്കറോ അല്ലെങ്കിൽ അമ്മമാരാണ്? അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആണ്. നമ്മളെല്ലാ അമ്മമാർക്കും അറിയാം അമ്മയും കുട്ടിയും തമ്മിലുള്ള റിലേഷൻ ഭയങ്കര ഒരു ക്രൂഷ്യൽ റോളാണ് അമ്മമാർക്കുള്ളത്. അമ്മമാർക്കാണ് ഏറ്റവും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അമ്മമാർക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പാരന്റ്സ് അല്ലെങ്കിൽ ഇപ്പൊ അച്ഛന്മാരെക്കാളും കൂടുതൽ കുട്ടിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതില് ഒരു വലിയ ഇമ്പോർട്ടന്റ് പങ്ക് വഹിക്കാൻ പറ്റുന്നത് ആർക്കാണ്? അമ്മമാർക്കാണ്. സോ അമ്മയും കുട്ടിയും തമ്മിൽ ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടാവും. നമ്മള് അമ്മയും കുട്ടിയും നമ്മള്
വഴക്ക് പറയുകയാണെങ്കിൽ പോലും അവര് അത് മനസ്സിലാക്കാനായിട്ടും ആ ഒരു റിലേഷൻ അവർക്ക് പെട്ടെന്ന് നമുക്ക് പറ്റും. അപ്പൊ ചില ടൈപ്പ് ഫിയറിന്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, 2 ടൈപ്പ് ഫിയർ നമ്മളവിടെ പഠിച്ചല്ലോ. ഏതൊക്കെ ഫിയർ ആയിരുന്നു? കുഞ്ഞു കുട്ടികൾക്കുള്ള 2 ഫിയർ. സ്ട്രേഞ്ചർ ആൻസൈറ്റിയും സെപ്പറേഷൻ ആൻസൈറ്റിയും ആണോ? സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊരു വസ്തുവിനെയോ ഒരാളെയോ കാണുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഭയം, അതെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. അതേപോലെ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അമ്മയും കുട്ടിയും തമ്മിൽ മാറി നിൽക്കുമ്പോൾ ഉള്ള ഒരു വിഷമം, ഒരു ഫിയറും അല്ലെ, അതുണ്ട്. നമ്മള് അനിമൽസിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്നത്, മനുഷ്യരെ വേർതിരിക്കുന്നത് നമ്മുടെ ഈ ഇമോഷൻസ് കാരണമാണ് അല്ലെ. ഇമോഷൻസ് അല്ലേ നമ്മൾ മെയിൻ ആയിട്ട്. ഓക്കെ, ഇനി ഇമോഷൻസും എല്ലാവരും എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ മൈൻഡിലാണ് അല്ലെ. നമ്മുടെ മൈൻഡ് അല്ലേ. മൈൻഡിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൈൻഡിന്റെ ആരോഗ്യം എന്ന് വെച്ചാൽ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മൈൻഡ് ഓക്കെ ആണ്, നമ്മുടെ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്കൊന്ന് മറ്റുള്ളവരോട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും നമ്മൾ നല്ലൊരു കോർഡിനേഷനും നല്ലൊരു കോപ്പറേഷനും അതേപോലെ ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ആരെ സംബന്ധിച്ച്, നമ്മളെ പോലത്തെ മനുഷ്യരെ സംബന്ധിച്ച്. സോ നമ്മള് മെന്റലി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ പാഷൻ ഫോളോ ചെയ്യണം. എന്റെ മെന്റൽ ഹെൽത്ത് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എന്റെ പാഷൻ ഫോളോ ചെയ്യണം. എന്റെ പാഷൻ എന്താണ് തിരിച്ചറിഞ്ഞ് അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയതും അതേപോലെ ഈ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തിയതും. നിങ്ങളും അതേപോലെ തന്നെയാണ്, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി ആ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാഷൻ തിരിച്ച് കാണുന്ന മനസ്സിലാക്കി ഈ ഒരു മേഖലയിലേക്ക് വന്നവരായിരിക്കും. സോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ക്ലാസ് എടുക്കാനും ക്ലാസ്സിൽ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യം. ഞാൻ മുമ്പ് എന്താ പറയാ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടിനേക്കാളും ഭയങ്കര ഇഷ്ടം പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ട്. വീട്ടിൽ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കാം. പഠിച്ച സമയത്തേക്കാളും കൂടുതൽ ഞാനിപ്പോ ഇതില് കൂടുതലായിട്ട് എന്താ പറയാ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലാസ് എടുത്തില്ലല്ലോ. എന്താണ് നമ്മളുടെ ഡിസീസിന്റെ ബാക്കി ക്ലാസ് എടുത്തില്ലല്ലോ. അന്ന് ഓർത്തപ്പോ പറഞ്ഞതാ ക്ലാസ് എടുക്കണ ഓരോ ഡിസീസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസീസിനെ കുറിച്ച് ക്ലാസ് എടുത്തില്ല. പക്ഷെ ഞാൻ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ? അതിന് മുമ്പായിട്ട് നമ്മള് തന്നിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ആയിരുന്നു ഇത്. ആക്ടിവിറ്റീസ് ചെയ്തോണ്ടിരിക്കായിരുന്നു അല്ലേ? പറയോ? കഴിഞ്ഞ ക്ലാസ്സിൽ മാം, അതായത് ട്യൂസ്ഡേയില് നമ്മള് ബട്ടണിങ് ഫ്രെയിമിന്റെ പ്രസന്റേഷൻ ചെയ്തു. അത് വെനസ്ഡേയില്, ട്യൂസ്ഡേയില് നമ്മൾ ഡിസീസ് ക്ലിയർ ചെയ്തു. അപ്പൊ അത് ഇനി ബാക്കിയുണ്ട്. 3 പേരായിരുന്നു അന്നത് പ്രസന്റ് ചെയ്തത്. ബാക്കി ഡിസീസ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഹെൽത്ത് കെയർ പറഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തായിരുന്നു നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് അന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. പ്രസന്റ് ചെയ്തത് ഡിഫ്തീരിയ, പെർട്ടുസിസും ടെറ്റനസും കൂടെ പറഞ്ഞു. അത് 3 പറഞ്ഞു ഇപ്പൊ ലാസ്റ്റ്. പോളിയോ ഞാന് ഷംല. ഞാനാണ് മാം മുമ്പേ. അന്ന് ഞാൻ പോളിയോ പ്രസന്റ് ചെയ്യട്ടെ? പ്രസന്റ് ചെയ്തോടാ. ഞാന് എന്റെ കയ്യിലൊരു വാവയുണ്ട്. അപ്പൊ ചെറിയൊരു ഇതുകൾ വരും. പറഞ്ഞോട് ഞാനത് ഓർമ്മിപ്പിച്ചത് തന്നെ. കാരണം ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ചിലപ്പോ ചെയ്യാനും പറ്റൂല എനിക്ക്. കുഴപ്പമില്ല. അപ്പൊ ഒരു മിനിറ്റ്, എന്തായാലും ക്യാമറ ഓൺ ആക്കാം. എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോളിയോ രോഗത്തെ കുറിച്ചാണ്. പോളിയോ എന്താണ് പോളിയോ? ഞാൻ നോക്കിയും കൂടി എന്നിട്ട് മിസ് പറയണേ.
പോളിയോ വൈറസ് മൂലമുണ്ടാകുന്ന പോളിയോ മൈലൈറ്റിസ് എന്ന രോഗമാണ് പൊതുവെ പോളിയോ എന്നറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും ചെറിയ കുഞ്ഞുങ്ങളെയാണ് ബാധിക്കുന്നത്. പനി, ഛർദി, പേശിവേദന എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ മരണത്തിനോ അവർക്ക് സ്ഥിരമായുള്ള അംഗവൈകല്യത്തിനോ ഇത് കാരണമാകുന്നു. പോളിയോ വൈറസ് 3 തരമുണ്ട്. ടൈപ്പ് 1, 2, 3 എന്നിങ്ങനെയാണത്. പോളിയോ മൈലൈറ്റിസ് അതായത് പിള്ളവാതം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ് പകരുന്നത്. ഇത് പകരുന്നത് എങ്ങനെയെന്നാൽ പോളിയോ വൈറസ് മനുഷ്യന്റെ കുടലുകളിലാണ് കാണപ്പെടുന്നത്. അവിടെ അത് പെരുകുകയും കേന്ദ്ര നാഡീവ്യൂഹം, മാംസപേശികൾ, ഞരമ്പുകൾ എന്നിവയെ ബാധിക്കുന്നു. കുടലുകളിൽ പെരുകുന്ന വൈറസ് മലത്തിലൂടെ പുറത്തു വന്ന് ജലസ്രോതസ്സുകളിൽ കലരുന്നു. അതോടെ ആ രോഗാണുക്കൾ പരിസരമാകെ വ്യാപിക്കും. അതിനാൽ ശുചിത്വക്കുറവും തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനവും രോഗവ്യാപനത്തിന് കാരണമാകുന്നു. രോഗബാധിതനായ ഒരാളുടെ വിസർജ്യത്തിലൂടെ പുറത്തെത്തുന്ന വൈറസ് വിസർജ്യവുമായി സമ്പർക്കത്തിൽ വരുന്ന കുടിവെള്ളം, ഭക്ഷണം, അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന മുതലായ സാധനങ്ങള് മറ്റൊരു വ്യക്തി കഴിക്കാൻ ഇടവരുമ്പോഴാണ് രോഗം മറ്റൊരാളിൽ എത്തുന്നത്. വായിലെത്തുന്ന വൈറസ് വയറ്റിലെത്തി രക്തത്തിൽ കലർന്ന് കേന്ദ്ര നാഡീവ്യൂഹത്തെയും തലച്ചോറിനെയും ബാധിക്കുന്നു. പോളിയോ മൈലൈറ്റിസ് എന്നൊരു വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീക്ക് വാക്കുകളായ ചാരനിറം എന്നർത്ഥം വരുന്ന പോളിയോസ്, സ്പൈനൽ കോഡ് എന്നർത്ഥം വരുന്ന മൈലിയോസ്, വീക്കം എന്നർത്ഥം വരുന്ന ഐറ്റീസ് എന്നീ വാക്കുകൾ ചേർന്നാണ് പോളിയോ മൈലൈറ്റിസ് എന്ന നാമം ഉണ്ടായിരിക്കുന്നത്. ചികിത്സ: ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയില്ല. രോഗലക്ഷണങ്ങൾക്കാണ് ചികിത്സ. പ്രതിരോധ വാക്സിൻ വഴി മാത്രമേ രോഗത്തെ തടയാനാകൂ. ഫിസിയോതെറാപ്പിയിലൂടെ മറ്റും കുറച്ച് ആശ്വാസം നൽകുമെന്നതല്ലാതെ രോഗം ഭേദമാക്കാൻ സാധിക്കുകയില്ല. പ്രതിരോധ വാക്സിൻ കുത്തിവെക്കുന്ന തരത്തിലുള്ളത്, അതായത് IPV, പിന്നെ വായിലൂടെ തുള്ളിമരുന്നായി നൽകുന്നത് ഓറൽ പോളിയോ വാക്സിൻ. ഇങ്ങനെ 2 വിധത്തിലാണ് വാക്സിൻ ഉള്ളത്. പോളിയോ പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചത് 1952 ജോനസ് എഡ്വേർഡ് സാൽക്കാണ്. 1955 ഏപ്രിൽ 12 അദ്ദേഹം അതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി. അത് കുത്തിവെക്കാനുള്ള പ്രതിരോധ മരുന്നായിരുന്നു. വൈറോളജിസ്റ്റായ ആൽബർട്ട് സാബിൻ വായിൽ കൂടി കഴിക്കാവുന്ന പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചു. 1957 മനുഷ്യനിൽ പരീക്ഷിക്കാനുള്ള അനുവാദം ലഭിച്ചു. 1962 ലൈസൻസും കിട്ടി. ലോകത്ത് ഇന്നോളം നടന്നിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നായി വിശേഷിപ്പിക്കാവുന്നതാണ് പോളിയോ പ്രതിരോധ വാക്സിൻ്റെത്. പോളിയോ രോഗത്തെ തടയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നും ഈ വാക്സിൻ ഉപയോഗിച്ചു വരുന്നു. കൃത്യമായി വാക്സിൻ നൽകുന്നതിലൂടെ പോളിയോ രോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഒരു കുഞ്ഞ് ജനിച്ച് അധികം വൈകാതെ തന്നെ പോളിയോ തുള്ളിമരുന്ന് നൽകുന്നുണ്ട്. ഇതുവഴി ആ കുഞ്ഞിന് പോളിയോ രോഗത്തിൽ നിന്ന് വ്യക്തിഗതമായി സംരക്ഷണം ലഭിക്കുന്നു. രോഗത്തെ വാക്സിൻ പ്രതിരോധിക്കുന്നത് എങ്ങനെ? OPV ജീവനുള്ള പോളിയോ വൈറസിനെ അവയുടെ ശക്തി കുറച്ച്, അതായത് ദുർബലപ്പെടുത്തിയാണ് ഓറൽ പോളിയോ വാക്സിൻ തയ്യാറാക്കുന്നത്. ടൈപ്പ് 1, 3 എന്നീ പോളിയോ വൈറസുകളുടെ സ്ട്രെയിനിൽ നിന്നാണ് ഇത് നിർമ്മിക്കുന്നത്. ഇതാണ് പൾസ് പോളിയോ ദിനത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. IPV പോളിയോ വൈറസുകളെ കൊന്ന് അവയുടെ സ്ട്രെയിനിൽ നിന്ന് തയ്യാറാക്കുന്നതാണ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതായത് IPV. പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമേ ഇത് കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കാൻ സാധിക്കുകയുള്ളൂ. OPV വഴിയോ IPV വഴിയോ ശരീരത്തിൽ എത്തുന്ന ഈ ദുർബല വൈറസുകൾ കുടലുകളിലേക്കാണ് എത്തുക. അവിടെ വെച്ച് ഇവ പെരുകുന്നു. തുടർന്ന് ഇവ രക്തത്തിൽ പ്രവേശിക്കുന്നു. എന്നാൽ ദുർബല വൈറസുകൾ ആയതിനാൽ പോളിയോ രോഗം ഉണ്ടാക്കാനുള്ള ശക്തി ഇവയ്ക്കില്ല. പക്ഷെ ഈ വൈറസുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ പോളിയോ രോഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡികളെ നിർമ്മിക്കുന്നു. ഈ ആന്റിബോഡികൾ പോളിയോക്ക് കാരണമാകുന്ന വൈൽഡ് വൈറസുകളെ നശിപ്പിക്കും. അതിനാൽ വാക്സിൻ സ്വീകരിച്ച ആൾ രോഗബാധ ഏൽക്കാതെ സുരക്ഷിതനായിരിക്കും. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ നൽകുന്ന BCG കുത്തിവയ്പ്പിനൊപ്പം 0 ഡോസ് പോളിയോ വാക്സിൻ കൂടി നൽകുന്നു. തുടർന്ന് 1.5 മാസം കഴിഞ്ഞാൽ 1 മാസത്തെ ഇടവേളയിൽ 3 ഡോസ് വാക്സിൻ നൽകും. 1.5 വയസ്സിലാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത്. ചികിത്സാ പട്ടിക പ്രകാരം പോളിയോ തുള്ളിമരുന്ന് നൽകിയിട്ടുള്ള കുട്ടികൾക്കും പൾസ് പോളിയോ ദിനത്തിൽ പോളിയോ തുള്ളിമരുന്ന് നിർബന്ധമായും നൽകണം. എന്താണ് പൾസ് പോളിയോ? ദേശീയ പോളിയോ പ്രതിരോധത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ഒരേ സമയം ഒരേ ദിവസം 0 to 5 വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ പോളിയോ പ്രതിരോധ വാക്സിൻ നൽകുന്നു. ഇതാണ് പൾസ് പോളിയോ. ഇതുമൂലം ഒരു വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിന്റെ എല്ലായിടത്തും പോളിയോ പ്രതിരോധം ലഭിക്കുന്നു.
ജനുവരി മാസത്തിലും മാർച്ച് മാസത്തിലുമാണ് പോളിയോ ദിനം. പോളിയോ പ്രതിരോധ മരുന്ന് ഇങ്ങനെ 2 ഡോസ് അഡീഷണൽ പോളിയോ പ്രതിരോധ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നു. ഈ വർഷം ഒറ്റ ഡോസ് മരുന്നാണ് ജനുവരിയിൽ നൽകിയത്. കാരണം ഇന്ത്യയിൽ 2011 പശ്ചിമ ബംഗാളിലാണ് അവസാനമായി പോളിയോ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ 2000 മലപ്പുറത്തുമാണ് രോഗം അവസാനമായി റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു കേസ് പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കൂടാതെ നൈജീരിയ എന്നിവിടങ്ങളിൽ പോളിയോ രോഗം ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പോളിയോ വാക്സിനേഷനും തുടർന്നു പോകുന്നു. 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചു. അയൽ രാജ്യങ്ങളിൽ രോഗം തുടരുന്നതിനാൽ ലോകത്തു നിന്നു തന്നെ പോളിയോ രോഗത്തിന് കാരണമായ വൈൽഡ് വൈറസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വരെ പൾസ് പോളിയോ പരിപാടി തുടരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഏറ്റവും ഭയാനകമായ ഒരു രോഗമായിരുന്നു പോളിയോ, അതായത് പിള്ളവാതം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ദിനം പ്രതി പോളിയോ രോഗബാധ മൂലം തളർന്നു കിടപ്പിലായത്. 1950, 1960 കാലഘട്ടത്തിൽ പോളിയോ പ്രതിരോധ വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടതോടെ പോളിയോ രോഗം നിയന്ത്രണത്തിലായി. 1970-കളിൽ പ്രതിരോധ വാക്സിനുകളുടെ കൂട്ടത്തിലേക്ക് പോളിയോ വാക്സിനും ലോകത്താകമാനം കൂട്ടിച്ചേർക്കപ്പെട്ടു. 2005 ലോകത്തെ പോളിയോ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1988 ആഗോള പോളിയോ നിർമ്മാർജ്ജന പരിപാടി, അതായത് ഗ്ലോബൽ പോളിയോ ഇറാഡിക്കേഷൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത്. ടൈപ്പ് 1, 2, 3 എന്നിങ്ങനെ 3 തരം വൈറസുകളിൽ ഈ പരിപാടിയെ തുടർന്ന് ടൈപ്പ് 2 വൈറസ് സാന്നിധ്യം 1999 ശേഷം ലോകത്ത് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2015 ടൈപ്പ് 2 നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ടൈപ്പ് 3 വൈറസ് 2019 നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ഒക്ടോബർ 24 ലോക പോളിയോ ദിനമായി ലോകമെമ്പാടും ആചരിക്കുന്നു. പോളിയോ വാക്സിൻ -20 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് സൂക്ഷിക്കേണ്ടത്. 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. VVM നോക്കിയാണ് മരുന്നിന്റെ ഗുണനിലവാരം അറിയുന്നത്. VVM എന്നാൽ വാക്സിൻ വാല്യൂ മോണിറ്റർ. അത് നമ്മുടെ വാക്സിൻ വാല്യൂന്റെ പുറത്ത് ഒരു ലൈറ്റ് കളറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ജീവന്റെ 2 തുള്ളി എന്നാണ് പൾസ് പോളിയോയെ വിശേഷിപ്പിക്കുന്നത്. വയറിളക്കം, ഛർദി, ചെറിയ പനി എന്നിവ ഉണ്ടെങ്കിൽ പോലും ഈ മരുന്ന് നമുക്ക് കൊടുക്കാം. മറ്റു മരുന്നുകളോടൊപ്പവും പോളിയോ മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. താങ്ക് യു മാം. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടാ. ഒത്തിരി കഷ്ടപ്പെട്ടെങ്കിലും പറഞ്ഞ പോലെ കഷ്ടപ്പെട്ടെങ്കിലും നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടാ. കൊച്ചും കൂടി ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ ഇത്തിരി കൂടി ഇതിലൊക്കെ പറയണമെന്ന് വിചാരിച്ച് ചെയ്തു പഠിക്കുന്നു. പക്ഷെ ഇന്നലെ വന്നത് ഈ ആവാ, അപ്പൊ അത് ഭയങ്കര കരച്ചിലായിരുന്നു ഇത്രയും നേരം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ക്ലാസ് ചെയ്തേ. നമ്മളിപ്പോ ക്ലാസ് എല്ലാവരും ലെക്ചർ നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പോളിയോനെ കുറിച്ചിട്ടും അതേപോലെ ഡിസ്പീരിയ, പെർട്ടുസെക്സ്, ടെറ്റനസ്, ഇപ്പൊ പോളിയോയും കൂടി ആയി. ലെക്ചർ നോട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ലെക്ചർ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. കാരണം ഈ എല്ലാ പോർഷനിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസും നല്ല രീതിയിൽ അതൊന്ന് കവർ ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മീസിൽ അല്ലേ? അതെ മാം, ഞാനാണ്. പറയട്ടെ. ഞാൻ പറയാം. ചിലപ്പോ എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരില്ല മാം. ഞാൻ വേഗം പറയാം. മീസിൽസ് എന്ന് പറഞ്ഞാൽ 5-ാം പനി എന്നാണ് മീസിൽസ് എന്ന് പറയുന്നത്. അത് പരത്തുന്ന ബാക്ടീരിയ പറഞ്ഞ RNA വൈറസ് ആണ്. ജീനസ് മൊർബില്ലി വൈറസ് എന്നാണ് മീസിൽസ് വൈറസിനെ നമ്മൾ പറയാം. ഇപ്പൊ കുറെ ആയിട്ട് കേരളത്തില് മീസിൽസ് ഡിസീസ് കാരണം ഡെത്ത് വരെ സംഭവിക്കാൻ അപകടം ഉണ്ടായിട്ടുണ്ട്. മെയിൻലി കുട്ടികളുടെ ഇടയിലാണ് ഈ മീസിൽസ് പനി വരുന്നത്. ഇത് 3 months മുതൽ 3 years അല്ലെങ്കിൽ 5 years വരെയുള്ള കുട്ടികൾക്കാണ് മെയിൻലി ബാധിക്കുക. വലിയവർക്ക് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലുള്ളത് കാരണം ഇത് വരാൻ ചാൻസ് കുറവാണ്. വന്നു കഴിഞ്ഞാലും അത് ഹെവി ആയിട്ട് എഫക്ട് ചെയ്യില്ല. പിന്നെ 6 months ബിഫോർ കുട്ടികൾക്ക് വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞത് അവർക്ക് കൂടുതലും ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള ടൈമാണ്. അപ്പോൾ മദറിന്റെ ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുന്ന ടൈം ആയത് കാരണം അവർക്ക് ഹെവി ആയിട്ട് വരില്ല എന്ന് പറയും. പിന്നെ ഏർലി സിംറ്റംസ് എന്ന് പറഞ്ഞാല്, ഒരു മിനിറ്റ് മാം, ഇവിടെ മോനുണ്ട്, അവർക്ക് സൗണ്ട് ഉണ്ടാവും. ഏർലി സിംറ്റംസ് എന്ന് പറഞ്ഞാല് പനി, ചുമ, പിന്നെ കണ്ണ് റെഡ് കളറ്, പിന്നെ റണ്ണിങ് നോസ്, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്, പിന്നെ ചെറിയ ലൂസ് മോഷൻ, പിന്നെ വായയിൽ ഒരു വെള്ള കളർ പോലെ വരുന്നതാണ് ഏർലി സിംറ്റംസ് എന്ന് പറഞ്ഞാല്.
പിന്നെ ഈ ഏർലി സിംറ്റംസ് ഒരു 7 days വരെ വരികയാണെങ്കിൽ അത്ര പ്രശ്നമല്ല എന്നാണ് പറയാം മീസിൽസിന്റെ. പിന്നെ ഏർലി കെയർ, അതായത് നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കെയർ എന്ന് പറഞ്ഞാൽ നന്നായി വെള്ളം കൊടുക്കുക, പിന്നെ ORS കൊടുക്കുക, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഡൈജസ്റ്റീവ് ഫുഡ്, അതായത് നല്ല കഞ്ഞി പോലത്തെ വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുക അവർക്ക്. ഹെവി ഫുഡ് ഒഴിവാക്കുക. പിന്നെ 7 ദിവസം കഴിഞ്ഞ് ഹെവി ആവുകയാണെങ്കിൽ അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ് കളറ് മേലൊക്കെ വരിക. മെയിൻലി ബാധിക്കുക ചെവിനെയാണ്. ചെവിയുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു കുരു പോലെ ഡോട്ട് കളർ വരും. പിന്നെ ബോഡി മൊത്തം റെഡ് കളർ വരും. പിന്നെ ഹെവി സിംറ്റംസ് വരെ ഫിറ്റ്സ്, അതായത് പനി കൂടിയ ഓട്ടോമാറ്റിക്കലി ഫിറ്റ്സ് കൂടും, സീഷ്യസ് പോലെ കാണും. പിന്നെ നന്നായി വയറുവേദന ഉണ്ടാവും. പിന്നെ ഈ ഒരു സിംറ്റംസ് ഒക്കെ കാരണം കുട്ടികൾക്ക് പരസ്പര ബന്ധം ഒരു അബ്നോർമാലിറ്റി പോലെ വരും. പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ ആൾക്ക് ഭയങ്കര ടയേർഡ് ഉണ്ടാവും. പിന്നെ യൂറിന്റെ ലെവല് നന്നായി കുറയും. അതാണ് ഹെവി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ ഇരുത്തരുത്, ഹോസ്പിറ്റലിൽ പോയിട്ട് നെസസറി ട്രീറ്റ്മെന്റ് എടുക്കേണ്ട വേണം. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഫേസ് ടു ഫേസ് വഴിയാണ്. പിന്നെ നമ്മളെ കണ്ണ് വഴി, ഐ ഡ്രോപ്സ്, ഐ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യും. പിന്നെ വലിയ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ഹെവി ആവില്ല. പക്ഷെ ഇത് വലിയ ആൾക്കാരിൽ നിന്ന് കുട്ടികൾക്ക് വരാൻ ചാൻസ് നല്ല കൂടുതലാണ്. അപ്പൊ അമ്മമാർക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേഗം വരും. പക്ഷെ അമ്മമാർക്ക് ചെറിയ തോതിലാണ്ട് പോകും, പക്ഷെ കുട്ടികൾക്ക് നന്നായി എഫക്ട് ചെയ്യും. അപ്പൊ ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഒരു റൂമിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പകരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കഫിങ്, സ്നീസിങ് വഴി പെട്ടെന്ന് പകരും. പിന്നെ ഇത് ഹെവി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രെയിനിനെ ബാധിക്കുന്നത് ചെവി വഴി അവർക്ക് ബ്രെയിനിൽ എഫക്ട് ചെയ്തിട്ട് മെനിഞ്ചൈറ്റിസ് പോലുള്ള അസുഖം വന്നിട്ടാണ് ബ്രെയിനിൽ എഫക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്, അതായത് നമുക്ക് സിംറ്റംസ് കാണുമ്പോൾ അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഇല്ല. പിന്നെ പ്രിവെന്റ് ചെയ്യേണ്ടത് നമ്മളെ വാക്സിനേഷൻ ആണ്. മെയിൻലി MMR വാക്സിനേഷൻ എടുക്കാം. മീസിൽസ്, മംസ്, റുബെല്ല വാക്സിൻ ആണ്. 9 to 12 months MMR ഫസ്റ്റ് ഡോസും 16 to 24 months MMR ബൂസ്റ്റർ ഡോസ് ആണ് ഇതിന്റെ മെയിൻ പ്രിവെൻഷൻ. താങ്ക് യു മാം. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ മീസിൽസിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ വന്നിട്ടില്ലേ? എല്ലാവർക്കും ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു ആക്ടിവിറ്റി. നിങ്ങളത് കണ്ടോ? ജയദേവ് സാർ അതൊരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിൽ, സ്ക്രിപ്റ്റഡ് അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട്, നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്മാർട്ട് ട്രീ തന്നെ വെക്കാം. സ്മാർട്ട് ട്രീനെ കുറിച്ചിട്ടൊരു അഡ്വർടൈസ്മെന്റ് നിങ്ങളുടെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കൂ. ഓക്കെ, ചെയ്തു കഴിഞ്ഞു മാം. എന്താണ്? ഒരുപാട് പേര് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞല്ലേ? എല്ലാവരും സബ്മിറ്റ് ചെയ്തോ? അല്ല, എല്ലാരും ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിൽ ചെയ്ത് കഴിഞ്ഞപ്പോ സാറ് മലയാളം എന്ന് വിട്ടു. ഇനിയിപ്പം മലയാളം രണ്ടാമതായിട്ട് എഴുതണം. മലയാളമാണ് പറഞ്ഞത് ഇംഗ്ലീഷ് വിട്ടു. അപ്പൊ ഇംഗ്ലീഷ് എഴുതി വെച്ചു കഴിഞ്ഞപ്പോ കാണുന്നു മലയാളം എന്ന്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ, അതുകൊണ്ടാണ്. ചിലപ്പോ ഇംഗ്ലീഷിലും പറ്റുന്നുണ്ടാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കംഫർട്ട് ആണെങ്കിൽ ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാം. നല്ല ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സെൻഡ് ചെയ്തു, കുഴപ്പമില്ല. പക്ഷെ മലയാളത്തിലും ചെയ്ത് വെച്ചു, കാരണം ചിലപ്പോ നല്ല ഞാൻ പറയാം. സാറ് മലയാളത്തിലാണ് വേണ്ടതെന്ന് സാർ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സെൻഡ് ചെയ്യുമ്പോ വേണ്ടതുപോലല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ മലയാളത്തിൽ സെൻഡ് ചെയ്ത് ജോലി കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സില് എന്താണ്, ആരാണ്? റുബെല്ല, മംസ്, പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ടൈഫോയിഡ്, BCG, ഹെപ്പറ്റൈറ്റിസ് ബി പറയുന്ന ആള് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഒന്ന് അതും കൂടി നോക്കി വെച്ചേക്ക്. മംസിന്റെ കാര്യം, ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഒക്കെ ഉണ്ടല്ലോ മാം. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും മാത്രമാണ് ഫ്ലൂയിഡ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖം. അറിയാലോ? അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, സെറ്റ്. നാളെ ഇതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. 1 minute. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം, സൈൻ ഔട്ടിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. മാം, നാളെ ഞാൻ ക്ലാസ് ഉണ്ടാവില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ ഞാൻ ലേസ് ഫ്രെയിമും ബട്ടൺ ഫ്രെയിമും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടില്ലായിരുന്നു, ഒന്ന് കാണിച്ചോട്ടെ? കാണിച്ചോടാ. ഓക്കെ.
കാണില്ല, ക്യാമറ ഓൺ അല്ല കേട്ടോ, പ്രശ്നം. ഓക്കെ അല്ലേ? കാണുന്നുണ്ട്. ഫേസ് ഫ്രെയിം കാണുന്നുണ്ടോ? കണ്ട്. ഞാൻ രണ്ടും ഒന്നിലാട്ടോ സെറ്റ് ചെയ്തേ, അതായത് ഒരു ഫ്രെയിമിൽ തന്നെ രണ്ടും വരുന്ന രീതിക്ക് സെറ്റ് ചെയ്തേ. ലേസ് കഴിഞ്ഞിട്ട് ബട്ടൺ വരുന്ന രീതിക്ക്. ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. വീട്ടിൽ കുറച്ച് കാണും കുറച്ച് ജോലി. ബട്ടൺ ഫ്രെയിം സെറ്റ് നല്ലതാണ്ടാ. രണ്ടായിട്ടാ ചെയ്തത്. ഞാൻ ഇനി നാളെ മേ ബി ഉണ്ടാവാൻ സാധ്യതയല്ല, അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും കാണിക്കാത്തോണ്ട് ജസ്റ്റ് ടൈം എടുക്കാം. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈൻ ഔട്ട് പറയട്ടെ മാം? ഓക്കെ, ആയിഷ പറഞ്ഞോടാ. ഞാനൊരു പാട്ട് വേണം, ആക്ഷൻ സോങ് വേണം. കുറെ കഴിഞ്ഞ വിചാരിക്കുന്നു. One finger, tap, tap, tap. Two finger, cut, cut, cut. Three finger, bend, bend, bend. Four finger, cross, cross, cross. Five finger, clap, clap. Thank you, ma'am, for this wonderful class and